മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി രാഷ്ട്രീയ കേരളം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള സമൂഹത്തിന് അപമാനകരമാണെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. അതേസമയം രാഹുലിനെ ഇപ്പോഴും ന്യായീകരിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ മറ്റൊരു ക്രൂരമായ ലൈംഗിക പീഡനം കൂടി പുറത്തു വന്നിട്ടും രാഹുലിനെ തള്ളിപ്പറയാതെ സംരക്ഷണ കവചമൊരുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഒന്നും പറയാനില്ലെന്നും രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഞാൻ എന്ത് വേറെ നോ കമന്റ്സ്, ഞാനിനി ഒന്നും പറയാനില്ല. ഇല്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതിനെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസിനാകില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് രാഹുൽ MLA ആയ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെയും നിലപാട്. രാഹുലിനെ പുറത്താക്കിയതാണെന്ന് പറഞ്ഞ് A തങ്കപ്പൻ ഒഴിഞ്ഞുമാറി. ഞങ്ങളല്ലല്ലോ MLA കളയേണ്ടത്, ഞങ്ങൾ നിയമപരമായി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു നിയന്ത്രണം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതേസമയം രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM നേതാക്കളും രംഗത്തെത്തി. കോൺഗ്രസിന്റെ ജീർണമായ അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവർത്തികളിലൂടെ വെളിവാകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ. ഇനിയിപ്പം കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. കാരണം കോൺഗ്രസ് പുറത്താക്കി ഇനിയൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ. പുറത്താക്കിയത് എപ്പോഴാണെന്ന് മനസ്സിലാവണം. ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ MLA ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന്റെ നിലപാടിൽ സംശയമുണ്ടെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അദ്ദേഹത്തിൻ്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. നിഷ്ഠൂരമായ പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് നല്ല പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി MLAയുടെ ഭാഗത്തുനിന്ന് നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. രാഹുലിനെ പ്രത്യക്ഷത്തിൽ തള്ളിക്കളയുകയും എന്നാൽ പരോക്ഷമായി സംരക്ഷണം ഒരുക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. കോൺഗ്രസ് രണ്ട് നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് കാര്യത്തിൽ ഇന്നാള് എന്ന രൂപത്തിലല്ല, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം, അതിൻ്റെ അതിജീവിതയും അതുപോലെ തന്നെ ഇരകളും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. രാഹുലിന്റെ അറസ്റ്റിലൂടെ സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷ ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പ്രതികരിച്ചു. സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. എത്ര അപമാനകരമാണ്, അതും ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിലുള്ള പെരുമാറ്റം സ്ത്രീകളോട് കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.